വിമാന തട്ടിപ്പുകാരനെ വിറ്റ കാശ് പോക്കറ്റിലിട്ട് നടക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ കഥയെന്നൊക്കെ നമുക്ക് ഈ സിനിമയെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ തോന്നുന്നു. സ്കാം 92 കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കമൻസ് എന്തായാലും നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇതിന് വർക്കായില്ലെങ്കിൽ ഇവൻ സ്വന്തമായി ഒരു സിനിമ ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ലതാ. ഗുരുവായൂർ അമ്പല നടയിൽ വർഷങ്ങൾക്ക് ശേഷം ഇവൻ ഇഷ്ടപ്പെട്ട പടം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഇങ്ങനെ ഇരിക്കുന്നു. നല്ലതാ. എന്തായാലും കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഉണ്ണിക്കുട്ടന് ഈ പണി അറിയില്ലെന്ന്. പൊങ്കാല. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ പിന്നെ അടുത്ത കമൻറ്റും കൂടെ വായിച്ച് നമുക്കിവിടെ നിർത്താം. വിനീത് ശ്രീനിവാസൻ്റെ പണം മേടിച്ച് വർഷങ്ങൾക്ക് ശേഷം നല്ലതെന്ന് പറഞ്ഞു. ജോജുവും DQവും ഇവന് കൊടുത്തില്ല. അപ്പോൾ ആ സിനിമകൾ മാസമായി. ഇത് മോശമായെന്നാണ് ഉദ്ദേശം. അതിനകത്ത് മാസമായെന്ന് എഴുതി. ഓക്കെ, എന്തായാലും ആൾക്കാരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇത് കാണുന്ന ഒരാളെങ്കിൽ ഒരാൾ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റും കാര്യങ്ങളും ഇടുക. ഓക്കെ, എന്തായാലും എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഞാൻ എൻ്റെ ചെയ്തു പോയതാണ്. പിന്നെ ഉണ്ണിച്ചേട്ടൻ നിങ്ങളെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരാൾ തന്നെയാണ്. എനിക്ക് ഇഷ്ടത്തിന് കുറവൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് പക്കയായിട്ടൊന്ന് വന്നാൽ വേറെ ലെവലാവും. ഇവിടെ വെറുതെ വന്നിട്ട് സംസാരിക്കുന്ന റിവ്യൂ ഇടുന്നവന്മാരെക്കാളും വൺ ഓഫ് ദ ബെസ്റ്റ് നിങ്ങൾ തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ബൈ, ലവ് യു ഓൾ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്